pop, lop, up, rock. ഞാൻ പറയണ നോക്ക്, ഞാൻ പറയാൻ പോണ നോക്ക്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മൾ പിന്നെയും ഒരു ചലഞ്ച് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഗായ്സ്. അപ്പൊ എന്താ പറയാ, നിങ്ങൾ പറയുന്ന ചലഞ്ചസ് ഒക്കെ നമ്മള് കുറെ ആൾക്കാർ കുറെ ചലഞ്ചസ് ഒക്കെ സജസ്റ്റ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ അപ്ലോഡ് ചെയ്യണൊക്കെ നമ്മൾ കുറച്ച് മുമ്പ് എടുത്തു വെച്ച ചലഞ്ചാണ്. അപ്പൊ ഇനി വൈകാതെ തന്നെ നിങ്ങൾ പറയുന്ന ചലഞ്ച് വീഡിയോസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ പറയാനുള്ള ഒരുപാട് പേർക്ക് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട്, എന്താ ചലഞ്ച് ഇഷ്ടപ്പെട്ടിട്ട് കുറെ ലൈക്കും എന്താ പറയാ, എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ട് കമന്റും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരുപാട് താങ്ക്സ് ഗൈസ്. നമ്മൾ ചലഞ്ചിന് ഉപരി ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഈ ചലഞ്ച് വീഡിയോസ് ഒക്കെ ഇടുന്നത്. വീഡിയോ. അപ്പൊ ഇന്നത്തെ ചലഞ്ച് എന്താ വെച്ചാൽ ഒരു റൈമിങ് ചലഞ്ച്. ഇത് കുത്തുണു ഒരു റൈമിങ് ചലഞ്ച് ആണ്. ഇത് എങ്ങനെയാണ് വെച്ചാൽ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ പറഞ്ഞെങ്കിൽ ഇപ്പൊ അവസാനം ഞാൻ വരുന്നത്. ഇപ്പൊ ഗൈസ് ഇംഗ്ലീഷിലൊക്കെ റൈമിങ് വേർഡ്സ് ഉണ്ടാവും. അതേപോലെ ഇപ്പൊ സാറ്റ്, മാറ്റ്, കാറ്റ് അതൊക്കെ ഇംഗ്ലീഷിലെ റൈമിങ് വേർഡ്സ് ആണ്. എന്ന് വെച്ചാൽ അവസാനം ഒരേപോലെ ഉണ്ടാവണ ഓക്കെ, ഒരു മ്യൂസിക്കൽ റിതമുള്ള. അതേപോലെ തന്നെ ഇപ്പൊ മലയാളത്തിൽ നമുക്ക് ഒരു അക്ഷരം തരും. അപ്പൊ ഞാനാണ് അവസാനം വരുന്നെങ്കിൽ ഇപ്പൊ ഇവള് വേനാർന്നു, അപ്പൊ ഞാൻ ചേനാർന്നു. ഇവള് വേറെ എന്തെങ്കിലും ഞാൻ വെച്ചാൽ ആന. അങ്ങനെ അവസാനം വരുന്ന റൈമിങ് വേർഡ്സ് പോലെ തന്നെയുള്ള ഒരു ചലഞ്ചാണ് ഈ റൈമിങ് ചലഞ്ച്. ഇത് ഓരോരുത്തരും പെട്ടെന്ന് തന്നെ പറയണം. അപ്പൊ ഒരു കുറച്ച് റൗണ്ട്സ് നടത്തും. അപ്പൊ അതില് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ആർക്കാണോ അവരാണ് ഇന്നത്തെയും പോലെ നമ്മളെ ചലഞ്ചിലെ വിന്നർ. അപ്പൊ നമുക്ക് നേരെ ചലഞ്ച് വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് സ്റ്റാർട്ട്. ഗൈസ് ഫസ്റ്റ് ഞാനാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഞാൻ വേർഡ് പറയാം. പ്ലാവ്, പ്ലാവ്, മാവ്, പ്ലാവ്, പ്ലാവ്. ഒരു പോയിന്റ്, വാവയ്ക്ക് പോയിന്റ്. പറയാനുള്ള വാക്ക് പറ. അതെന്ത്? കാലിയോ? ചാർലി. പാർലി. ഉണ്ടാണ്. ഈ റൗണ്ടിൽ എനിക്കും വാവിക്കാണ് പോയിന്റ്. അപ്പൊ എനിക്ക് 2 പോയിന്റ് ആയി, ഇവർക്ക് രണ്ടാക്കും 1 പോയിന്റ് ആയിട്ട് തന്നെ ഇവര് സമനിലയിലാണ്. ഇനി അടുത്ത എനിക്കിപ്പോ 1 പോയിന്റ് ആയി. ഇനി എനിക്ക് പോയിന്റ് ആണ് പൂജാക്കാം. അവിടെ കുത്തിയിരുന്ന ഇനി ഇതാണ് വാക്ക് അറിയാന്. കുഞ്ചു നോക്ക്. തേങ്ങ, വാവയ്ക്ക് 1 പോയിന്റ് ആയിരിക്കുന്നത്. അല്ല 0 പോയിന്റ്. അല്ല വാവയ്ക്ക് റൗണ്ടിന് പോയിന്റ് ഇല്ല, അതാണ് പറയുന്നത്. അപ്പൊ ഇപ്പത്തെ സമനില അല്ല സ്കോർ നില. വാവയ്ക്ക് 1 പോയിന്റ്, ശ്രീകുടിക്ക് 2 പോയിന്റ്, എനിക്ക് 3 പോയിന്റ്. ഓക്കെ ഞാൻ അടുത്ത വേർഡ് പറയാൻ
ഞാൻ പറയുകയാണ് കറ. മുറ പറ്റും. മുറ പറ്റും. തറ പറ കറ മുറ പറ്റും. ഇക്കും കിട്ടി. ചെലപ്പോ ഇന്റേതായിട്ട് കിട്ടിയാ ചെളി. പിന്നെ മുട്ടിയിരിക്കുന്നു. എടി എനിക്കറിയാം ചോറ ചോറ ചോറ. എനിക്ക് കിട്ടിയത്. ഇനി പറ. മപ്പ്. റോപ്പ്. കാപ്പ്. റോപ്പ്. കോപ്പ്. കാപ്പ്. ലാപ്പ്. മോപ്പ്. ചാപ്പ്. വാട്ടർ. ചപ്പ് ചവറ്. ചവറ്. ചപ്പ് ചവറ്. ചവറ് പറഞ്ഞാൽ ചപ്പ്. കിട്ടീന്ന് ഞാൻ മറന്നാണ്. മൂപ്പ്. ഉപ്പ്. ചെപ്പ്. ചെരുപ്പ്. എടുപ്പ്. ഉപ്പ്. ഉപ്പ്. വെറുപ്പ്. മ്യൂസിക്കിട്ട് ചോദിച്ചതാ. പോയിന്റ് എന്താ? അതാണ്ട് ഞാൻ നേരത്തെ ഉദ്ദേശിച്ച കോപ്പ് നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അവിടെ ഇംഗ്ലീഷ് കോപ്പിനാണ് പോലീസ് ഗ്ലോബ്. ഗ്ലോബ്. ഇവിടെ മനസ്സിൽ ഡാർക്ക് കിട്ടിയില്ലെങ്കിൽ സന്ദർശിക്കുമ്പോൾ പറഞ്ഞെടുക്കുക. എല്ലാവർക്കും പറഞ്ഞെടുക്കുക. ഉദാഹരണം നോക്കിട്ട് കിട്ടും. നോക്കാണുമ്പോ ഒരു പോയിന്റ് ആയിട്ട് ഓളാണ് നിക്കണത്. കലിപ്പ്. പാവേന്റെ ഏത് നേരമുള്ള ബീജിയമാണ്. ഇങ്ങനെയാണ് തോമത്തവ. ഒന്നുമില്ല അല്ല മോളല്ലല്ലോ. അങ്ങനെ ഈ റൗണ്ടിൽ ശ്രീകുട്ടി തോറ്റിരിക്കുന്നു. അപ്പൊ ഞങ്ങൾക്ക് മൂപ്പല്ലടി തൂപ്പ് പറഞ്ഞ അടിച്ചു വരാണ്. ഗായ്സ് ഇപ്പോൾ മാർക്ക് നീള അല്ല സ്കോർ നീല 2, 3, 5. ഗായ്സ് നേരത്തെ ഇന്റെ അങ്ങനെ ഈ ചെറുത് പറഞ്ഞോണ്ടത് ഞാനാണ് പ്രചരിച്ച് പറയാൻ പോണത്. അപ്പൊ ഞാൻ പറയാൻ പോണ വാക്കാണ് വാക്ക്. അത് ഞാൻ പറയാൻ നിക്കുന്നു. ലോക്ക്. ആരും പറഞ്ഞു കൊടുക്കണ്ട കേട്ടോ. തൂക്ക്. എന്തടി? ചക്ക്. എന്താ എല്ലാരും പറയണ്ടേ. നമുക്ക് പറയാനുള്ളത് മാത്രം പറയണേ. എനിക്ക് മിൽക്ക്. നിൽക്ക് നടക്ക് കിടക്ക് വടക്ക്. വഴക്ക്. ഗൈസ് ഇതിങ്ങനെ പോയാൽ അവസാനിക്കില്ല. അണ്ട് ഈ റൗണ്ടിൽ 3 പോയിന്റ്. അപ്പൊ പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. ഈ റൗണ്ടിൽ 3 ആളും ജയിച്ചിട്ടുണ്ട്. അപ്പൊ 3 ആൾക്ക് ഓരോ പോയിന്റ് വീതം. അപ്പൊ പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. 3, 4, 6. അപ്പൊ ഗൈസ് ഞാനാണ് ഈ ചലഞ്ചിലെ വിന്നർ. നമുക്ക് സമ്മാനദാനം ഗൈസ് നമ്മൾ സമ്മാനം കൊടുക്കാൻ പോവാണ്. നമ്മൾ എലൈറ്റിന്റെ
ചോക്കോ കേക്ക് ആണ് കൊടുക്കുന്നത്. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ വീഡിയോ. അപ്പൊ എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ വീടിന്റെ പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പൊ ഓക്കെ ബൈ.